ദൃശ്യം റിലീസല്ലേ, ഫസ്റ്റ് ഡേ തന്നെ പോയില്ലെങ്കിൽ ശരിയല്ലല്ലോ. അപ്പം ഞങ്ങളും രാവിലെ 8:15 ഷോ തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. എടപ്പാൾ ശാരദയിലായിരുന്നു മൂവി. ലാലേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും അപേക്ഷിച്ച് നോക്കുമ്പോൾ തേർഡ് എനിക്ക് അത്ര വർക്കായില്ല. മൂവി രസമല്ല എന്നല്ല, മൂവി അടിപൊളിയായിരുന്നു. പക്ഷേ ലാസ്റ്റിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു തോന്നൽ. നമുക്ക് സിനിമ എടുക്കാനൊന്നും അറിയില്ല, എന്നാൽ കൂടി ഫസ്റ്റിലും സെക്കൻഡിലും കണ്ട പോലെ അപാരമായിട്ടുള്ള ഞെട്ടലോ ട്വിസ്റ്റുകളോ ഒന്നുമില്ല. ഇൻ്റർവെല്ലിൽ ഒരു അടിപൊളി സീനുണ്ട്. അത് കണ്ടപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ള ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. ഇൻ്റർവെല്ലിന് ആസ് യൂഷ്വൽ ബേക്കറീസൊക്കെ വാങ്ങി ഞങ്ങൾ പോയി പിന്നെ മൂവി കാണാൻ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് ഫുൾ സ്ലോ ആയിട്ട്, പക്ഷെ രസമുണ്ട്. നമുക്കറിയാം വരുന്നുണ്ട് ഇൻ്റർവെല്ലിൻ്റെ ഒട്ടും മുന്നുള്ള സീനുണ്ടല്ലോ. അവിടെ ലാലേട്ടൻ പൊളിക്കുമ്പോൾ നമ്മൾ ഇത് പൊടിക്കും. മാരക ട്വിസ്റ്റുകളൊന്നും ഇല്ലെങ്കിൽ കൂടി മൂവി അടിപൊളിയാണ്, രസമുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, നമ്മുടെ ലാലേട്ടൻ്റെ മൂവി അല്ലേ അല്ലേ. അത് പറഞ്ഞപ്പോഴാണ്, ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയിരുന്നില്ല, പക്ഷെ ഈ കട്ട ലാലേട്ടൻ ഫാനിൻ്റെ കൂടെ കൂടിയതിന് ശേഷം കുറച്ചൊരു ലാലിസം എനിക്കും എവിടെയോ വരുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. അങ്ങനെ ദേ മൂവിയൊക്കെ കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് നൈസ് മൂവി, ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ മൂവി. എന്നാലും എവിടെയോ ഫസ്റ്റും സെക്കൻഡിൻ്റെ അത്ര എത്തിയില്ല, അത് പോട്ടെ. പിന്നെ അതെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു നീ സ്ലിപ്പിൻ്റെ, അപ്പോൾ അതൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും സെറ്റാക്കി. പിന്നെ സ്കൂളൊക്കെ തുറക്കല്ലേ, കുട്ടികൾക്ക് ബാഗ് എടുക്കണ്ടേ, അങ്ങനെ എടപ്പാളിൽ നിന്ന് ബാഗ് എടുത്തു. അങ്ങനെ വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് 3 മണിയായപ്പോഴേക്കും ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ട്യൂഷനിരുന്നു. അപ്പോൾ അതെ അപ്പമാണ് എനിക്കുള്ള നെയിൽസ്ലിപ്പൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് എൻ്റെ ആണെങ്കിൽ കൂടി വർക്കൊക്കെ ദേ ഇവനാണ് കേട്ടോ. പിന്നെ ഇതാ കിച്ചു വീട്ടിലുണ്ടായിരുന്നില്ല. കിച്ചു വന്നപ്പോൾ അവൻ്റെ ബാഗ് അവന് കാണിച്ചു. അവനൊരു സ്പൈഡർമാൻ ഫാൻ ആയത് കാരണം തന്നെ അവൻ്റെ ബാഗ് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത് കണ്ടോ, അവൻ്റെ മുഖത്തില്ലേ സന്തോഷം. പിന്നെ ഇതാ കുറച്ച് നേരം അവൻ ബാഗ് ഇട്ടുള്ള ഫിച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അവന് ആ ബാഗ് നല്ല ഇഷ്ടമായി. അവൻ കുറേ നേരം അതിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അനുമോളുടെ ബാഗ്. അനുമോളുടെ ബാഗിൽ ഒരു സീക്രട്ടർ ഉണ്ട് എന്നുള്ള സന്തോഷത്തിലാണ് അവൾ. വൈകുന്നേരത്തിന് പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കണേ ആ ഈസി പീസി മോമോസ് അല്ലേ, അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും സെറ്റായി. കുട്ടികൾക്ക് ചായയും കൊടുത്തു. അല്ല കിച്ചുവിനൊക്കെ മോമോസ് നല്ല ഇഷ്ടമായി. അനുമോൾക്ക് വൈകിട്ടായപ്പോഴത്തേക്കും ചെറിയൊരു തലവേദന, അപ്പോൾ അവൾ റെസ്റ്റിലാണ്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു നെയിം സ്ലിപ്പ് കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോണ വഴിയിൽ കണ്ടതാണ് ഇത്. നല്ല അടിപൊളി ആകാശമായിരുന്നു, മേഘങ്ങളും മഴവില്ലും നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചിതാ ഞങ്ങളൊരു ഷോർട്ട് കട്ട് കയറിയപ്പോൾ ഉണ്ട് അവിടെ തരാൻ നിൽക്കണു നമ്മുടെ മയിൽ. കുറച്ച് നേരം നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിൽ കിടന്ന് കളിച്ച് പിന്നെ അവൻ പറന്നുപോയി. എന്ത് രസമല്ലേ നമ്മുടെ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.